ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അവിനാഷ്, അനഖാറാം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. തിരുവനന്തപുരത്തിന് കായിക കിരീടം. നീലേശ്വരം മരണം 6 MDMAയുമായി അറസ്റ്റിൽ. സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റു. എന്റെ കഥ ഇങ്ങനെയല്ല. പോത്തങ്കോട് മംഗലാപുരം റോഡിന്റെ ടെൻഡർ അംഗീകരിച്ചു. സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ നോവലിന് ബുക്കർ പ്രൈസ്. കൊടകര ഈഡിക് നോട്ടീസ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. തിരുവനന്തപുരത്തിന് കായിക കിരീടം. ഒരാഴ്ചയായി കൊച്ചിയിൽ നന്നായി നടന്ന ഒളിമ്പിക്സ് മാതൃകയിലുള്ള പ്രഥമ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന വേദിയിൽ പോയിന്റിനെ ചൊല്ലിയുണ്ടായ സംഘർഷം കല്ലുകടിയായി. എറണാകുളത്തെ വിവിധ വേദികളിൽ നടന്ന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിലും ഗെയിംസിലും ആധിപത്യം പുലർത്തിയാണ് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള പ്രഥമ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി സ്വന്തമാക്കിയത്. തുടർച്ചയായ 3ാം തവണയാണ് തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരാകുന്നത്. 227 സ്വർണവും 180 വെള്ളിയും 164 വെങ്കലവും ഉൾപ്പെടെ 1935 പോയിന്റ് നേടിയാണ് തലസ്ഥാനത്തിന്റെ കുതിപ്പ്. 848 പോയിന്റ് നേടിയ തൃശൂരാണ് റണ്ണറപ്പ്. അത്ലറ്റിക്സിലെ മേധാവിത്വത്തിന്റെ പിൻബലത്തിൽ മലപ്പുറം 824 പോയിന്റുമായി 3ാമതായി. നീലേശ്വരം മരണം 6 നീലേശ്വരം ആനൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിലെ വെടിക്കെട്ടപകടത്തിൽ മരണം 6 നീലേശ്വരം തേർവയൽ സ്വദേശി മകം വീട്ടിൽ പത്മനാഭൻ ആണ് മരിച്ചത്. പൊള്ളലേറ്റ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പത്മനാഭൻ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കിണാവൂർ സ്വദേശി രജിത്ത് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ചെരുവത്തൂർ സ്വദേശി ഷിബിൻ രാജ്, കരിന്തളം കൊല്ലംപാറ സ്വദേശി കെ ബിജു, ചോയങ്കോട് സലൂൺ നടത്തുന്ന കിണാവൂർ സ്വദേശി രതീഷ്, ചോയങ്കോട് കിണാവൂർ സ്വദേശി സന്ദീപ് എന്നിവരാണ് അപകടത്തിൽ പൊള്ളലേറ്റ് മരിച്ച മറ്റുള്ളവർ. MDMAയുമായി അറസ്റ്റിൽ. വർക്കലയിൽ 10.7 ഗ്രാം MDMAയുമായി യുവാവ് അറസ്റ്റിൽ. ചെറുന്നൂർ ശാസ്ത്രകോവിലിന് സമീപം കുന്നങ്കോട് ചരിവുള വീട്ടിൽ മനു എന്ന് വിളിക്കുന്ന മുകേഷാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളുടെ വീട്ടിൽ വർക്കല പോലീസ് നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. ഇയാൾ വിൽപ്പനയ്ക്കും സ്വന്തം ആവശ്യത്തിനുമാണ് MDMA സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വർക്കല ഇൻസ്പെക്ടർ JS പ്രവീണിന്റെ നേതൃത്വത്തിൽ SI KL ശ്രീകാന്ത്, SIമാരായ ഇതിഹാസ് ജി നായർ, ലിജോ ടോം ജോസ്, ഡാൻസാഫ് SI ബിജു കുമാർ, ബ്രിജ്ലാൽ, വിനീഷ്, സുനിൽരാജ്, ഫാറൂഖ്, ആദർശ് ഷാജി, ഷീബ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റു. രാജ്യത്തിന്റെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ, സ്ഥാനമൊഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, സുപ്രീം കോടതി ജഡ്ജിമാർ എന്നിവർ പങ്കെടുത്തു. ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റതിനു പിന്നാലെ സുപ്രീം കോടതി വെബ്സൈറ്റിൽ അക്കാര്യം അപ്ഡേറ്റ് ചെയ്തു. DY ചന്ദ്രചൂഡിന്റെ ചിത്രം മുൻ ചീഫ് ജസ്റ്റിസുമാരുടെ പേജിലേക്ക് മാറി. ചീഫ് ജസ്റ്റിസ് പദവിയിൽ 6 മാസത്തിലധികം സഞ്ജീവ് ഖന്നയുണ്ടാകും. 2025 മെയ് 13 വരെയാണ് സർവീസ് കാലാവധി. ചെറിയ കാലയളവായതിനാൽ നിലവിലെ ഔദ്യോഗിക വസതിയിൽ തുടരും. ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാറില്ല. എന്റെ കഥ ഇങ്ങനെയല്ല. ആത്മകഥ തിരുത്തിപ്പറഞ്ഞ് EP ചോർന്നോ എന്ന് പരിശോധിക്കും. തന്റെ ആത്മകഥയുടെ ഭാഗമെന്ന പേരിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. താൻ ഇപ്പോഴും ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും അത് വൈകാതെ പുറത്തിറങ്ങുമെന്ന് ജയരാജൻ ആവർത്തിക്കുകയും ചെയ്തു. എഴുതി കഴിഞ്ഞ ഭാഗം വാചകശുദ്ധി വരുത്താൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. തന്റെ ആത്മകഥയെന്നു പറഞ്ഞ് പ്രസിദ്ധീകരിക്കാൻ DCക്ക് എന്തവകാശം? പ്രസിദ്ധീകരിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല.
തിരുത്താൻ ഏൽപ്പിച്ച ആളോട് മോഷണമോ മറ്റോ പോയോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആത്മകഥ ചോർന്നോ എന്ന് പരിശോധിക്കും. താൻ എഴുതിയതല്ല പുറത്തു വന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വന്നത് ആസൂത്രിതം. നിയമ നടപടി സ്വീകരിക്കും. ശക്തമായ അന്വേഷണം വേണം. ആത്മകഥ എഴുതി പൂർത്തിയായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDFന്റെ പാലക്കാട്ടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി. സരിൻ പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധനായ ചെറുപ്പക്കാരനാണെന്നും സരിൻ ഉത്തമ സ്ഥാനാർത്ഥിയാണ്. ജനസേവനത്തിനായി ജോലി പോലും രാജിവെച്ചുവെന്നും ജയരാജൻ പറഞ്ഞു. ആത്മകഥയിൽ സരിനെക്കുറിച്ചും മോശം പരാമർശമുണ്ടെന്നും പുറത്തുവന്നതിനു പിന്നാലെയാണ് സരിനെ പുകഴ്ത്തി EP രംഗത്തെത്തിയത്. താൻ എഴുതിയ ആത്മകഥ വൈകാതെ പുറത്തെത്തിക്കുമെന്നും അദ്ദേഹം പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പോത്തങ്കോട് മംഗലാപുരം റോഡിന്റെ ടെൻഡർ അംഗീകരിച്ചു. പോത്തങ്കോട് മംഗലാപുരം റോഡ് വികസനത്തിന്റെ ഭാഗമായി 6.1 കിലോമീറ്റർ നീളമുള്ള റോഡ് നിർമ്മാണത്തിനുള്ള ടെൻഡർ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 39.96 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തിക്കാണ് അംഗീകാരം ലഭിച്ചത്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ജില്ലയിലെ പ്രധാന റോഡാണ് പഴകുറ്റി മംഗലാപുരം റോഡ്. സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ നോവലിന് ബുക്കർ പ്രൈസ്. ഭൂമിക്കൊരു ശൂന്യാകാശ ബുക്കർ ഗീതം. സാഹിത്യത്തെ ഭൂമിയിൽ കടന്ന് ബഹിരാകാശ ഭ്രമണപഥത്തിലെ തീവ്രാനുഭവമാക്കിയ ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന കുഞ്ഞു നോവലിന് ബുക്കർ പ്രൈസ്. 50,000 പൗണ്ടാണ് സമ്മാനത്തുക. 2019 ശേഷം ബുക്കർ നേടുന്ന ആദ്യ വനിതയും ബുക്കർ നേടുന്ന 18ാമത്തെ വനിതയുമാണ്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്തിന് നോവൽ എഴുതിയത്. അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ബഹിരാകാശത്താണെന്ന് സ്വയം സങ്കല്പിച്ച് സാമന്ത ഭൂമിയെ നോക്കിക്കാണുകയാണ് നോവലിൽ. ബഹിരാകാശ നിലയത്തിൽ 6 സാങ്കല്പിക സഞ്ചാരികളുടെ ഒരു ദിവസത്തിന്റെ ജീവിതാനുഭവങ്ങളാണ് പ്രമേയം. അമേരിക്ക, റഷ്യ, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് കഥാപാത്രങ്ങൾ. കൊടകര ഈഡിക് നോട്ടീസ്. കൊടകര കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും ഹൈക്കോടതിയുടെ നോട്ടീസ്. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിർദ്ദേശം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഹൈക്കോടതി വിശദീകരണം തേടി. കൊടകര കവർച്ച കേസിലെ 50ാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടാണു ഹർജി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ശിവഗിരി HS റേഡിയോ സ്കൂൾ വാർത്തകൾ. ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ ഓൾ കേരള ക്വിസ് മത്സരത്തിൽ 100ഓളം ടീമുകൾ പങ്കെടുത്തു. ക്വിസ് മത്സരം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് സ്കൂൾ മാനേജർ ശ്രീമദ് വിശാലാനന്ദ സ്വാമികൾ നിർവഹിച്ചു. രഞ്ജിത്ത് വെള്ളല്ലൂർ ക്വിസ് മാസ്റ്ററായി എത്തി നടത്തിയ മത്സരത്തിൽ 1 മുതൽ 4 വരെയുള്ള വിഭാഗത്തിൽ ഗവൺമെന്റ് LPS ചവറയിലെ ജാനകിരാമൻ അമർനാഥ് താമരാൾ 1ാം സ്ഥാനവും ഗവൺമെന്റ് LPS മടവൂരിലെ അർജുൻ B റംസാൻ 2ാം സ്ഥാനവും ഗവൺമെന്റ് LPS ചെമ്പൂരിലെ ആദ്രിനാഥ് R നായർ രോഹിത് R 3ാം സ്ഥാനവും നേടി. 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിഭാഗത്തിൽ GKS GVHSS വെള്ളനാട്ടിലെ ശ്രീലേഷ് SL ശ്രീലവ്യ SL 1ാം സ്ഥാനവും ഗവൺമെന്റ് UPS ചവറ സൗത്തിലെ മീനാക്ഷി AR ആദിദീപ് 2ാം സ്ഥാനവും ഗവൺമെന്റ് ഹൈസ്കൂൾ കിളിമാനൂരിലെ ആദർശ് PP ചിന്മയ MB 3ാം സ്ഥാനവും 9 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ വിഭാഗത്തിൽ ഗവൺമെന്റ് HSS ഇളമ്പയിലെ നിള റിജു സാധിക DS 1ാം സ്ഥാനവും ഗവൺമെന്റ് HSS IN കോയിക്കലിലെ ഹീര S ശിവഹരി V 2ാം സ്ഥാനവും ഗവൺമെന്റ് HS തോന്നക്കലിലെ നിരഞ്ജൻ S കൃഷ്ണശ്രീ MM 3ാം സ്ഥാനവും നേടി. വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും സമ്മാനങ്ങളും ശിവഗിരി തീർത്ഥാടന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതാണ്. ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ശ്രീനാരായണ ഗുരുദേവ തൃക്കരങ്ങളാൽ 1924 സ്ഥാപിതമായ സരസ്വതി ക്ഷേത്രമാണ് ശിവഗിരി സ്കൂൾ.
ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ ശതാബ്ദി വർഷമാണ് 2024. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭ് ആനന്ദ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വി ബലറാം അധ്യക്ഷത വഹിച്ചു. സ്വാമി സാന്ദ്രാനന്ദ അനുഗ്രഹ പ്രഭാഷണവും സ്കൂൾ മാനേജർ സ്വാമി വിശാലാനന്ദ മുഖ്യ പ്രഭാഷണവും നടത്തി. പൂർവ്വ അധ്യാപകൻ റൂബി കോട്ടേജിൽ പരേതനായ എം കാർത്തികേയന്റെ സ്മരണാർത്ഥം 2023-24 വർഷത്തിൽ SSLCക്ക് ഫുൾ A+ വാങ്ങിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ OV കവിത റിപ്പോർട്ടും ട്രഷറർ N ജയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വർക്കല നഗരസഭ ചെയർമാൻ KM ലാജി, ഹെഡ് മിസ്ട്രസ് സിനിമോൾ S, PTA പ്രസിഡന്റ് D ഷിബി, ചെമരുതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ലിനിസ് എന്നിവർ സംസാരിച്ചു. സംഘടനാ സെക്രട്ടറി S സലിം കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് S സജീവ് നന്ദിയും പറഞ്ഞു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്തിന് കായിക കിരീടം. നീലേശ്വരം മരണം 6 MDMAയുമായി അറസ്റ്റിൽ. സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റു. എന്റെ കഥ ഇങ്ങനെയല്ല. പോത്തങ്കോട് മംഗലാപുരം റോഡിന്റെ ടെൻഡർ അംഗീകരിച്ചു. സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ നോവലിന് ബുക്കർ പ്രൈസ്. കൊടകര ഈഡിക് നോട്ടീസ്. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 9ാം ക്ലാസ് C ഡിവിഷനിലെ യുവിക H ബിജോയ്. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി റിപ്പബ്ലിക്കൻ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. രാജ്യത്തിൻ്റെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസായാണ് സഞ്ജീവ് ഖന്ന ചുമതലയേറ്റത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.